വാർത്തയിലേക്ക്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ നിർണായക നീക്കവുമായി VD സതീശൻ പക്ഷം. രഹസ്യ സ്വഭാവം വന്നാൽ MLA-മാർ പിന്തുണയ്ക്കുമെന്നാണ് സതീശൻ പക്ഷം വ്യക്തമാക്കുന്നത്. MLA-മാരും AICC നിരീക്ഷകരുമായുള്ള കൂടിക്കാഴ്ചയിൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്ന ആവശ്യം. അതേസമയം 46 MLA-മാരുടെ പിന്തുണ തനിക്കുണ്ടെന്നാണ് KC വേണുഗോപാലിന്റെ അവകാശവാദം. ഹൈക്കമാൻഡ് പിന്തുണ ഉറപ്പാക്കാനാണ് KSയുടെ നീക്കം. ബിനിൽ ലീല സാബു വിവരങ്ങളുമായി ചേർന്നുണ്ട്. ബിനിൽ, സേതു, ഇപ്പോൾ KC വേണുഗോപാൽ പക്ഷം അതിരൂക്ഷമായി തന്നെ വലിയ ചരടുവലികൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. അത് ഇരിക്കൂറിന്ന് മത്സരിച്ച് വരാൻ തന്നെയാണ് KC വേണുഗോപാൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിപ്പോൾ ഹൈക്കമാൻഡ് 2 നിരീക്ഷകരെ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. മുകുൾ വാസ്നിക്കും അജയ് മാക്കനുമാണ് ആ നിരീക്ഷകർ. അവർ ഇന്ന് കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇന്ന് എത്തിക്കഴിഞ്ഞാൽ MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തും. നിലവിൽ ചില MLA-മാരെ AICC ചില പ്രതിനിധികൾ വിളിച്ചിട്ടുണ്ട്. ഇന്ന് തലസ്ഥാനത്തേക്ക് എത്തണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവരുമായി 1-to-1 കൂടിക്കാഴ്ചയാണുള്ളത്. ഒരു MLA തന്നെ നേരിട്ട് കണ്ട് അവരുടെ പിന്തുണ ആരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടത് എന്നായിരിക്കും ചോദിക്കുക. അവിടെ KC വേണുഗോപാലിന്റെ പേരാണെങ്കിൽ അദ്ദേഹം തന്നെ വരാനാണ് സാധ്യത. നിലവിൽ അത്തരം നീക്കമാണ് KC നടത്തുന്നത്. 46 MLA-മാരുടെ പരസ്യ പിന്തുണ അദ്ദേഹത്തിന് ഇപ്പോഴുണ്ട്. പക്ഷേ അവിടെ സജീവമായൊരു നീക്കം VD സതീശൻ നടത്തുന്നുണ്ട്. നിലവിൽ കൂടുതൽ MLA-മാർ പിന്തുണയ്ക്കുന്നത് KC ആണെങ്കിലും രഹസ്യ സ്വഭാവം എന്നാൽ അതായത് കൂടിക്കാഴ്ചയ്ക്ക് നേരത്തെ മുൻപൊക്കെ ആണെങ്കിൽ രഹസ്യ സ്വഭാവം ഉണ്ടായിരുന്നില്ല. അത് പരസ്യമായി തന്നെ അല്ലെങ്കിൽ ആ രീതിയിലാണ് കാര്യങ്ങൾ ചോദിക്കുക. നിലവിൽ രഹസ്യ സ്വഭാവം വന്നാൽ 35 MLA-മാരെങ്കിലും തന്നെ പിന്തുണയ്ക്കുമെന്നാണ് VD സതീശൻ പക്ഷം പറയുന്നത്. അതിനുള്ള നീക്കമാണ് അദ്ദേഹം നടത്തുന്നത്. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും കാതലായിട്ടുള്ള നീക്കം നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം നിലവിൽ കൂടുതൽ MLA-മാർ പിന്തുണയ്ക്കുന്നത് KC ആണെങ്കിലും ആ പിന്തുണ തനിക്ക് ലഭിക്കും എന്നാണ് RC പറയുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കഴിഞ്ഞ തവണ 2021 തുടർ ഭരണം വന്നില്ലായിരുന്നെങ്കിൽ, അന്ന് പിണറായി വിജയൻ വന്നില്ലായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടത് താനായിരുന്നു. മാത്രമല്ല ആ സമയത്ത് പ്രതിപക്ഷ നേതാവിനെ പരിഗണിച്ചത് MLA-മാരുടെ പിന്തുണ നോക്കിയല്ല. പിന്തുണ അന്ന് VD സതീശന് അനുകൂലമായി. അങ്ങനെ ഹൈക്കമാൻഡ് ആ ഒരു തീരുമാനമെടുത്തു. അതുകൊണ്ട് ആ നീതി അന്ന് കാണിച്ചില്ല. പക്ഷേ ഇന്ന് സീനിയോറിറ്റി പരിഗണന തനിക്കാണ്. അതുകൊണ്ട് ആ രീതിയിൽ പരിഗണിക്കണം എന്നാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നത്. നിലവിൽ KC സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. പിന്തുണ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ അതായത് ഭരണം കിട്ടിയതിന് പിന്നാലെ രാഹുൽ ഗാന്ധി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിന് താഴെ തന്നെ വന്ന VD സതീശന് അനുകൂലമായുള്ള കമന്റാണ് അതിൽ ഭൂരിഭാഗം കാണാൻ കഴിയുന്നത്. നിലവിൽ എന്തായാലും ഒരു പൊതുവികാരം VD സതീശൻ വരണം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ കോൺഗ്രസ് പ്രവർത്തകരാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ MLA-മാരുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നത് KC വേണുഗോപാലാണ്. ആ നീക്കമാണ് KC നടത്തുന്നത്.